നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. ഒരു മാസത്തിലധികം ജയിലിൽ കിടന്നാൽ മന്ത്രി കസേര തെറിക്കും. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി കേസുകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടു തന്നെയാണ് ഇന്ന് ഈ ബില്ല് പാർലമെന്റിലെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ഇന്ന് ഈ ബില്ല് അവതരിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയും മഴക്കെടുതികളും തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കേരളത്തിൽ ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെയില്ല. വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. അറസ്റ്റിലാവുന്ന മന്ത്രിമാരെ നീക്കാനുള്ള സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് ലോക്സഭയിൽ. ഒരു മാസത്തിലധികം കസ്റ്റഡിയിലാകുന്നവർക്ക് സ്ഥാനം നഷ്ടമാകും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബാധകം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് പത്രിക സമർപ്പിക്കും. YSR കോൺഗ്രസിന്റെ പിന്തുണ NDAയ്ക്ക്. ഇന്ത്യ സഖ്യ MPമാരുടെ യോഗം ഇന്ന്. സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി പങ്കെടുക്കും. പത്രികാ സമർപ്പണം നാളെ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന കേന്ദ്രവും രാഷ്ട്രപതി ഭവനും. കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ച് കേരളവും തമിഴ്നാടും. രാപകൽ സമരത്തിന്റെ 193-ാം ദിവസമായ ഇന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ചുമായി ആശാ വർക്കർമാർ. കേന്ദ്രം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം. സമരം പൊളിക്കാൻ പരിശീലന പരിപാടിയുമായി സർക്കാർ. കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തുടക്കം. പങ്കെടുക്കുന്നത് 6 ടീമുകൾ. ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്നു മുതൽ ചെന്നൈയിൽ. ടോക്കിയോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാനുള്ള അവസാന അവസരം. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതിനിടെ 3 സുപ്രധാന ബില്ലുകൾ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരും. ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുക. കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റിലായി മന്ത്രിമാർ 30 ദിവസം തുടർച്ചയായി ജയിലിൽ കഴിഞ്ഞാൽ അവരെ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുന്ന ബില്ലാണ് പ്രധാനമായും സഭയിലെത്തുന്നത്. സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാം ബില്ലിന്റെ പരിധിയിൽ വരും. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത, നാളെ ഈ ഒരു പാർലമെന്റിലെ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ വളരെ സുപ്രധാനമായ ബില്ലുകൾ തന്നെയാണെന്ന് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ വോട്ടുകളുടെ ആരോപണവുമായി പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം കടുപ്പിക്കുകയാണല്ലോ. ശ്രീകാർത്തിക, ഈ സമ്മേളനകാലം തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രതിപക്ഷം വോട്ടർ പട്ടിക ക്രമക്കേടും ഒപ്പം തന്നെ വോട്ട് മോഷണം തുടങ്ങിയ വിഷയങ്ങൾ തന്നെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റ് അകത്തും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭാധ്യക്ഷന്മാർ തന്നെ പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നടപടി ഉണ്ടാകും, ഇത്തരത്തിൽ പെരുമാറരുത് എന്ന തരത്തിൽ തന്നെ. പക്ഷേ അപ്പോഴും പ്ലക്കാർഡുകളുമായി എത്തി അവിടെ ബെഞ്ചിലും അതിലൊക്കെ തന്നെ അടിക്കുന്ന തരത്തിൽ, ഡെസ്കിലേക്ക് അടിക്കുന്ന തരത്തിൽ തന്നെ പ്രതിഷേധം ഘടിപ്പിക്കാനുണ്ടായത്. അതിൽ തന്നെ വലിയ വിമർശനമാണ് ഓം ബിർള അടക്കമുള്ള സ്പീക്കർമാർ മുന്നോട്ട് വെച്ചത്. അതിൽ പക്ഷേ അങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോഴും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ നടുത്തളത്തിലേക്ക് ഇറങ്ങി തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും അടിയന്തര പ്രമേയമായ വിഷയം നിലനിർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. 2 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി പ്രതിപക്ഷം സഭയിൽ നിർത്തും. ഒപ്പം തന്നെ സഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യം പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണെന്ന്. പ്രത്യേകിച്ച് ഇത് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടൊരു ബില്ല് ഇന്നിപ്പോൾ അമിത്ഷാ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, പ്രധാനമന്ത്രി എന്നിവരടക്കമുള്ള ആളുകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവർക്കൊക്കെ തന്നെ ബാധകമാകുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ നിയമനിർമ്മാണത്തിലേക്ക്, ഭരണഘടനാ ഭേദഗതിയിലേക്ക്, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഭേദഗതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 30 ദിവസം വരെ, 30 ദിവസത്തിലധികം 30 ദിവസത്തോളം ഒരാൾ ജയിലിൽ കഴിയുകയാണെങ്കിൽ ആ പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആ പദവിയിൽ ആളെ പദവിയിൽ നീക്കം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 30 ദിവസത്തിനുള്ളിൽ ഇത് നീക്കം ചെയ്തില്ല, 30ാമത്തെ ദിവസം നീക്കം ചെയ്യുന്നില്ല എങ്കിൽ ആരാണോ മന്ത്രിയാണെങ്കിൽ മന്ത്രി, മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ, കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ അങ്ങനെ, അവർ 31ാമത്തെ ദിവസം സ്വാഭാവികമായും ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. അത് ആ തരത്തിലാണ് ബില്ല് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിമാരാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് രാജി എഴുതി വാങ്ങേണ്ടത്. അത് ഗവർണർക്ക് ശുപാർശ നൽകണം. അതിൽ ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്ക് ഉണ്ടാവുകയോ അത് അംഗീകരിക്കപ്പെടാതെ ചെയ്യുകയെന്നാൽ സ്വാഭാവികമായി
സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ 31 ദിവസം അവർ പദവിയിൽ നിന്ന് മാറും. കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണെങ്കിൽ ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടത്. അത് അങ്ങനെയല്ലെങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നടപടികളുണ്ടാകും. പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെയാണ് ആ ബില്ലിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലാണ് ഈ നടപടികൾ പ്രാബല്യത്തിൽ വരിക. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് അമിത്ഷാ തന്നെ പറയുന്നത് മുൻപ് ഈ ക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രിമാർ, ശിക്ഷ ലഭിക്കുന്ന മന്ത്രിമാർ, ഇവരൊക്കെ തന്നെ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ജയിലിൽ പോലെ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും ഏറ്റവും ഒടുവിലായി പറഞ്ഞത് തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയുടെ കാര്യത്തിലടക്കം സുപ്രീം കോടതി ഇടപെടൽ വരേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് ജനങ്ങൾ ഈ ഭരണ സംവിധാനത്തിലും ജനാധിപത്യ ക്രമത്തിലുമുള്ള വിശ്വാസം ഇല്ലാതാക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത്. ഈ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാന ഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാകുന്ന തരത്തിൽ, അതുകൊണ്ടാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിനും ബാധകമാകുന്ന തരത്തിൽ തന്നെ ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ബില്ലുകൾ ഇന്ന് പരിഗണനയിലേക്ക് വരുന്നത്. അക്കാര്യത്തിലാണ് ഏറ്റവും നിർണായകമായ ചർച്ച ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഏതായാലും ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കും. മറ്റ് നടപടികൾ തുടർ ദിവസങ്ങളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ശ്രീകാർത്തിക. പ്രശാന്ത്, അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി വിജയത്തിനായുള്ള എല്ലാ അടവുകളും പയറ്റുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഏതായാലും YSR കോൺഗ്രസ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യ MPമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ടല്ലോ. ശ്രീകാർത്തിക, ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി, പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇന്നലെ തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം CP രാധാകൃഷ്ണൻ എത്തി. അദ്ദേഹം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും MPമാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സുദർശൻ റെഡ്ഡിയും സമാനമായ രീതിയിൽ അദ്ദേഹത്തെയും പ്രതിപക്ഷ പാർട്ടികൾ വരവേൽക്കും. അതിനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചുള്ളത്. നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പാർലമെന്റ് ഹാളിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഭരണകക്ഷിയിൽ നിന്ന് പ്രത്യേകിച്ച് CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സുദർശൻ റെഡ്ഡി നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് YSR കോൺഗ്രസിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കുക. അത് ഒരുപക്ഷെ അവരുമായി ചർച്ച നടത്തിയിട്ടല്ല. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ TDPക്കും YSR കോൺഗ്രസിനും ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാവാനുള്ള സാധ്യത, അത് സർക്കാരിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തത്. അതിനു മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയുണ്ട്. അണ്ണാദുരയുടെ അടക്കം പേരുകൾ വന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഏറ്റവും ഒടുവിലും ആ പേരടക്കം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തീരുമാനം പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം തന്നെ കർണാടകത്തിലുമൊക്കെ തന്നെ കോൺഗ്രസിനും CPM-നും ഒക്കെ തന്നെ ഇടത് പാർട്ടികൾക്കും എല്ലാം തന്നെ പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഇനി വരേണ്ടത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്ഥലങ്ങളിലേക്കാണ്. അവിടെ നിന്ന് സ്വാധീനം ഉണ്ടാക്കുക, ഒപ്പം തന്നെ അതൊരു ചർച്ചയാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുദർശൻ റെഡ്ഡിയെ അത്തരമൊരു സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. പക്ഷേ YSR കോൺഗ്രസ്, ഇന്നലെ നമ്മൾ ചില MPമാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ചില നീക്കങ്ങൾ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. YSR കോൺഗ്രസിൽ ഭിന്നതയുണ്ടാകും. TDP NDAയുടെ ഭാഗമാണ് എങ്കിൽ പോലും അവരൊക്കെ തന്നെ ഒരുപക്ഷെ മാറി ചിന്തിച്ചേക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാൽ ഇപ്പോൾ YSR കോൺഗ്രസ് പൂർണ്ണ പിന്തുണ NDA സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്നു. അതായത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം തുടക്കത്തിൽ അവിടെ പാളിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിലില്ല. സുഗമമായി തന്നെ അദ്ദേഹം ജയിച്ചു കയറാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മറ്റു പാർട്ടികളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. BJP വിരുദ്ധ വോട്ടുകൾ, അത് സഖ്യത്തിലല്ല എങ്കിൽ പോലും അത്തരം വോട്ടുകൾ പൂർണ്ണമായും ശേഖരിക്കുക, അല്ലെങ്കിൽ അത് കൂടെ ഒപ്പം നിർത്തുക ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും അവതരിപ്പിച്ച് അതിൽ പക്ഷേ ആ തുടക്കത്തിൽ തന്നെ അതിന് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത്, ഈ സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം തുടരുകയാണല്ലോ. ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസ്, ഈ ഒരു വിഷയത്തിൽ ഇന്നലെ കേരളം വാദം പൂർത്തിയാക്കിയിരുന്നു. ഇന്നും ഈ ഒരു വിഷയത്തിൽ വാദം തുടരുന്ന, ഏതായാലും കേന്ദ്രത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കേരളവും തമിഴ്നാടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും വാദം നടക്കുക? ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ചേർന്നിരിക്കുന്ന, റഫറലുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സുപ്രീം കോടതി തേടുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 9 വരെയാണ് ഇതിന്റെ വാദം നടക്കുക. ഇടവേളകൾ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിൽ പോലും എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കുമെന്ന സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ വാദം തുടരുമ്പോൾ സ്വാഭാവികമായും എന്താണ് കേന്ദ്രത്തിന് കൂടുതലായി പറയാനുള്ളത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാനുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് 14 ചോദ്യങ്ങളുമായി
ആദ്യമായി രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തുന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. ഈ കാര്യത്തിന്റെ, അതായത് ഇത്തരമൊരു നിലപാട് എടുക്കേണ്ടി വന്നതിന്റെ സാഹചര്യത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ 201, 200 അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഗവർണർക്കും രാഷ്ട്രപതിക്കും ഇത്തരത്തിലൊരു വിവേചന അധികാരം നൽകുന്നത്, ബില്ലുകൾ തീരുമാനമെടുക്കുന്നത്. അതൊരു സമയപരിധി ഈ അനുച്ഛേദത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി വരേണ്ടതാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് രാഷ്ട്രപതി ഭവൻ സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ സ്വാഭാവികമായും ഇത്തരം ബില്ലുകളിൽ വിവേചന അധികാരം ഉപയോഗിക്കുമ്പോൾ അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ ആ ബില്ല് കൊണ്ട് ഏതൊക്കെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, ആർക്കെങ്കിലും ദോഷകരമായി ബാധിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനുള്ള ഒരു സമയപരിധിയാണ് വേണ്ടിവരുന്നത്. അതുകൊണ്ടാണ് ഈ വിവേചനാധികാരം നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് അത്തരമൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഭരണഘടനാ ഭേദഗതി വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വകുപ്പുകളോ മറ്റേതെങ്കിലും നീക്കങ്ങളോ ഉണ്ടാകുകയോ വേണം എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ ആവശ്യപ്പെടുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് രാഷ്ട്രപതി ഭവൻ ഈ റഫറൻസുമായി എത്തിയത് എന്നുള്ളതാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെ വാദം. ഈ റഫറൻസ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് തമിഴ്നാട് വാദിക്കുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് സത്യവാങ്മൂലം അതിന് പിന്തുണ നൽകാൻ വേണ്ടി കൊണ്ടുവന്ന റഫറൻസ് എന്നുള്ളത് തന്നെയാണ്, ഈ ഘട്ടത്തിൽ റഫറൻസ് തന്നെയാണ് എന്നുള്ളതാണ് കേരളവും വാദിക്കുന്നത്. ഏതായാലും ഇതിനെല്ലാം തന്നെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും തള്ളിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നും വാദം തുടരും, തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. 9-ാം തീയതിയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട, അതിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് വീണ്ടും പാർലമെന്റിലേക്കോ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് എത്തേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ശ്രീകാർത്തിക. ശരി പ്രശാന്ത്, ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ ഇന്ന് NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരത്തിന്റെ 193-ാം ദിവസമാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആശമാർക്ക് വിവിധ പരിശീലനങ്ങളും പരിപാടികളും പ്രഖ്യാപിച്ച സമരം പൊളിക്കൽ ശ്രമം മുമ്പത്തെ പോലെ തന്നെ സർക്കാർ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, ഏതായാലും സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രം അനുവദിച്ച ഇൻസെന്റീവും കാര്യങ്ങളുമൊക്കെ എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് നൽകണമെന്നാണ് ആശമാരുടെ ആവശ്യം. എന്നാൽ ഇതിനെ പൊളിക്കാനുള്ള ശ്രമം സർക്കാർ മറുവശത്ത് നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഓണറേറിയം വർധനവ് നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആശാപ്രവർത്തകർ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെ സമരം ആരംഭിച്ചത്. ഇന്ന് 193-ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. നമ്മളോടൊപ്പം പാലക്കാട് നിന്നുള്ള ആശാപ്രവർത്തകയായ ബിന്ദു രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഓണക്കാലമാണ് വരുന്നത്. ഈ ഓണക്കാലവും ഈ സമരപ്പന്തലിൽ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. മിക്കവാറും ഈ ഓണക്കാലം ഈ സമരപന്തലിൽ തന്നെ ആവാനാണ് സാധ്യത. കാരണം നമ്മുടെ സർക്കാർ നമ്മുടെ നേരെ ഇതുവരെ കണ്ണു തുറക്കുന്ന ലക്ഷണമില്ല. ഞങ്ങൾ കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് വെറും തുച്ഛമായ 7000 രൂപയ്ക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പുറമെ വേറൊരു ജോലി ചെയ്യാൻ പാടില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വിളിച്ചാലും നമ്മൾ അവിടെ എത്തണം. രാത്രിന്നോ പകലെന്നോ ഇല്ല, ഏരിയന്ന് വിളിച്ചാൽ നമ്മൾ അവിടെ എത്തണം. അതുപോലെ ഇവർ പറയുന്ന എല്ലാ ഡ്യൂട്ടികളും, നമ്മൾ ചെയ്യേണ്ടാത്ത ഡ്യൂട്ടികൾ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. ആശമാർക്ക് ചെയ്യേണ്ടത് ശരിക്കും മാതൃശിശു സംരക്ഷണമാണ് പ്രധാനമായും ചെയ്യേണ്ട ജോലി. അതിന് പുറമെ നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നില്ല, ചെയ്യാം. പക്ഷേ ഈ 7000 രൂപ കൊണ്ട് ഒരു വീട് എങ്ങനെ പുലർന്നു പോകാനാണ്? ഈ 7000 രൂപയിൽ നിന്ന് ഞങ്ങൾക്ക് കൂട്ടിത്തരണം, 21,000 രൂപ ഓണറേറിയം ആക്കണം എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. കാരണം ഞങ്ങൾ അത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ഇന്ന് ഏതൊരു കാര്യം എടുക്കണമെങ്കിലും ആശമാരോടാണ് അവർ ചോദിക്കാറുള്ളത്. സർക്കാരിന് എന്ത് കാര്യം അറിയണമെങ്കിലും ആശമാരെയാണ് ആശ്രയിക്കാറുള്ളത്. ആശമാരാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും റിപ്പോർട്ടും കൊടുക്കാറുള്ളത്. അത് വെച്ചിട്ടാണ് സർക്കാർ ഓരോ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു വേതനം ആവശ്യപ്പെടാനുള്ള അവകാശമില്ലേ? അപ്പൊ നമുക്ക് ആ വേതനം കിട്ടണം. നമ്മളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. തൊഴിലാളി പക്ഷെ സർക്കാരാണ്, പക്ഷെ നമ്മളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഈ ആശമാരെ എന്തുകൊണ്ട് തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നില്ല? നമ്മൾ അവകാശപ്പെട്ട പൈസ ചോദിക്കുന്നുള്ളൂ. നമുക്ക് വിരമിക്കൽ ആനുകൂല്യം തരണം എന്ന് പറയുന്നത് ഒരു അവകാശമല്ലേ? ഞങ്ങളും തൊഴിലാളികളല്ലേ, ഞങ്ങൾ തൊഴിലെടുക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ ഇൻസെന്റീവ് ഞങ്ങളെ പല ആശമാർക്കും ഏതെല്ലാം ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്, അതിന് അർഹതയുണ്ടെന്നുള്ളത് പല ആശമാർക്കും അറിയില്ല. അപ്പൊ ഒരുപാട് അങ്ങനെ ഇതിൽ തിരിമറികൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോലും, എനിക്കിപ്പോ ഇന്നലെ മിനിങ്ങാന്നൊരു ആശ വിളിച്ചു പറഞ്ഞു അവർക്ക്
പല രീതിയിലായിട്ട് 7,000-ഓളം രൂപ ഇൻസെന്റീവ് തന്നെ ലഭിക്കുന്നുണ്ടെന്ന് അതുപോലും അറിയാത്ത ആശമാരുണ്ട്. അപ്പൊ എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങളിപ്പോ 6 മാസത്തോളമായി. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ്. സർക്കാർ ഇതുവരെ ഞങ്ങളെ നേരെ കണ്ണു തുറന്നിട്ടില്ല. ഈ പെണ്ണുങ്ങള് ഈ സ്ത്രീകളായതുകൊണ്ടല്ലേ, സ്ത്രീകളുടെ സമരം ആയതുകൊണ്ടാണ് സർക്കാർ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നതെന്നാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാൻ തന്നെയാണ് അങ്ങനെയാണ് നിലവിലുള്ള തീരുമാനം. കാരണം നമുക്കും ജീവിക്കണം. എല്ലാ മനുഷ്യരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടണം, വിരമിക്കൽ ആനുകൂല്യം കിട്ടണം. എടുത്തു മാറ്റിയ മാനദണ്ഡങ്ങൾ ഇൻസെന്റീവിലൂടെ തിരിച്ചു വന്നു, അത് മാറ്റി. അത് തന്നെയാണ് ശ്രീ കാർത്തിക അവർക്ക് പറയാനുള്ളത്. ഓണക്കാലമാണ് വരുന്നത്. അനന്തപുരിയുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഈ സമരപ്പന്തലിൽ തന്നെയാണ് ഈ ആശാപ്രവർത്തകർ ആഘോഷിച്ചത്. ഈ 193 ദിവസമായി ഇവരിങ്ങനെ സമരം തുടരുകയാണ്. 45 ദിവസം നീണ്ട ഈ സമരയാത്ര, മുടിമുറിക്കൽ സമരം, അങ്ങനെ അനേകം സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നും ഈ പരിശീലന പരിപാടി ഈ NHM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ശ്രീ കാർത്തിക. അതെ ദേവിക, ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം, അതുതന്നെയാണ് അവരുടെ നിലപാട്. ഏതായാലും ആശാ വർക്കർമാർ ഇന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവികയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിലേക്ക് ജലോത്സവ പ്രേമികൾ തയ്യാറെടുക്കുമ്പോൾ ചരിത്രം രചിച്ച ഒരു ചുണ്ടനുണ്ട് ആലപ്പുഴയിൽ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവേശത്തിൽ ചാടിക്കയറിയ നടുഭാഗം ചുണ്ടൻ. നെഹ്റു ട്രോഫിക്ക് തന്നെ കാരണക്കാരനായ ചരിത്രമുറങ്ങുന്ന ചുണ്ടൻ പക്ഷേ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. സംരക്ഷിത സ്മാരകമായി ഉയർത്തുമെന്ന് പല തവണയായി പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി. ആവേശലഹരിയിൽ വിജയിച്ചു വന്ന നടുഭാഗം ചുണ്ടനിലേക്ക് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ചാടിക്കയറുന്നു. പിന്നീടത് നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറി എന്നതാണ് ചരിത്രം. എന്നാൽ നെഹ്റുവിന്റെ പാറസ്പർശമേറ്റ നടുഭാഗം ചുണ്ടൻ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. തകർന്നു തുടങ്ങിയ വള്ളം പടുത ഉപയോഗിച്ച് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. വള്ളം ഇരിക്കുന്ന പ്രദേശമാകെ കാട് കയറിയ നിലയിലും. മ്യൂസിയത്തിൽ സ്മാരകമാക്കാൻ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇക്കാലം അത്രയും കരക്കാർ വള്ളത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് സംരക്ഷണം ഒരുക്കിയത്. പഴയ നെഹ്റു കയറിയ ആ ചരിത്ര സ്മാരകം എവിടെയെങ്കിലും ഒന്ന് കേരള ജനതയ്ക്ക് കാണത്തക്ക രീതിയിൽ ഇതിനെ സ്ഥാപിച്ചാൽ കൊള്ളാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിലെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന തോമസ് ഐസക് സാറ് പറഞ്ഞിരുന്നു ഇതിനെ ചരിത്ര സ്മാരകമാക്കി നമുക്ക് നെഹ്റു പവലിയനിൽ കൊണ്ട് വെക്കാമെന്ന്. പക്ഷേ അത് എന്തോ സാഹചര്യത്തിൽ അത് മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കേട്ടു ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിനെ ഒരു ചരിത്രസ്മരണമാക്കി സൂക്ഷിക്കാമെന്ന്. പക്ഷേ ഇതുവരെ ആരും ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും രംഗത്തേക്ക് വന്നിട്ടില്ല. കേടുപാടുകൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ചുണ്ടന്റെ ചരിത്രം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വള്ളം സംരക്ഷണ സമിതി അംഗങ്ങൾ അധികാരികളെ സമീപിച്ചതാണ്. എന്നാൽ വള്ളം ഇപ്പോഴും തകർച്ചയുടെ വക്കിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചുണ്ടൻ നെടുമുടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്നുള്ള പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തി ടൂറിസം ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് നൽകിയത്. ആലപ്പുഴയിൽ നെഹ്റു മ്യൂസിയം നിർമ്മിക്കുമ്പോൾ വള്ളം അവിടേക്ക് മാറ്റി സംരക്ഷിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കരക്കാർ പുതിയ ചുണ്ടൻ നിർമ്മിച്ച് മത്സരരംഗത്ത് സജീവമായതോടെ പഴയ ചുണ്ടൻ കൂടുതൽ അപകടാവസ്ഥയിലായി. വള്ളം സംരക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചിലവും തടസ്സമായി. ഇനി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അധികൃതരാണ്. ഇല്ലെങ്കിൽ നഷ്ടമാകുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ചരിത്രം കൂടിയാകും. ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരന്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനാണ് ചികിത്സയിലുള്ളത്. 2 പരിശോധനകളിൽ നെഗറ്റീവ് ആയിരുന്നു ഫലം. പക്ഷേ രോഗലക്ഷണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും പരിശോധന നടത്തിയത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെയും 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്ന സ്കൂട്ടറുകളാണ് ചേതകും ലാംബിയും വിജയ് സൂപ്പറും വെസ്പയും ഒക്കെ. പുതുതലമുറ വാഹനങ്ങൾ അവയുടെയൊക്കെ സ്ഥാനം അപഹരിച്ചെങ്കിലും ഇന്നും പഴയകാല പെരുമയുയർത്തി ഉപയോഗിക്കുന്ന പലരുമുണ്ട്. അത്തരക്കാർക്ക് പ്രചോദനമാവുകയാണ് പത്തനംതിട്ട ഓമല്ലൂരിലെ ഒരു ചെറുപ്പക്കാരൻ. വിൻറ്റേജ് സ്കൂട്ടറുകൾ ഇപ്പോഴും നല്ല കണ്ടീഷനായി കൊണ്ടു നടക്കുന്നവർ വിരളമാണ്. അതിൻ്റെ പ്രധാന കാരണം നല്ല മെക്കാനിക്കിനെ കിട്ടാത്തതും സ്പെയർ പാർട്സിൻ്റെ ലഭ്യതക്കുറവുമാണ്. എന്നാൽ പത്തനംതിട്ട ഓമല്ലൂർ മുള്ളനിക്കാട്ട് മലയിരിക്കുന്നതിൽ വീട്ടിൽ സുജിത്തിനെ അറിയാവുന്നവർക്ക് വിൻറ്റേജ് സ്കൂട്ടറുകളോടുള്ള പ്രണയം ധൈര്യമായി തുടരാം. വിൻറ്റേജ് വണ്ടികൾ ഒന്നാമത് കുറവാണ്. മാക്സിമം എല്ലാവരും ഇത് ഒരു
ഒഴിവാക്കാനുള്ളൊരു എന്നുവെച്ചാൽ പൊളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പം 15 വർഷം കഴിഞ്ഞ വണ്ടിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടി അങ്ങനെ എല്ലാ രീതിയിലും. പക്ഷെ നമ്മളിതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതിനെ ഒഴിവാക്കാനും പൊളിക്കാൻ കൊടുക്കാനും അങ്ങനെ ഒരു പരിപാടിക്കും നമ്മൾ ആരും നിൽക്കില്ല. ചെറുപ്പം മുതൽ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറിനോടുള്ള ഇഷ്ടമാണ് പിന്നീട് സുജിത്തിനെ ഒരു വിൻറ്റേജ് സ്കൂട്ടർ പ്രേമിയാക്കിയത്. പിന്നീട് കയ്യിലുള്ള സ്കൂട്ടറിന്റെ തകരാറുകൾ പരിഹരിക്കാൻ മെക്കാനിക്കിനെ കിട്ടാതായതോടെ ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനായ സുജിത്ത് സ്വന്തമായി മെക്കാനിക്കൽ പണി പഠിച്ചു. പണ്ടോട്ടൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് പോയി പണിക്കുമ്പോഴത്തേന് പണിക്കാശും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പണി റെഡിയാവാതായപ്പോൾ നമ്മൾ പയ്യെ ഇതിലോട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ പഠിക്കുകയായിരുന്നു. എറണാകുളത്ത് ജോലിയും കാര്യങ്ങളൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ഇടവേള സമയങ്ങളിൽ നമ്മൾ നാട്ടിലേക്ക് വരും. ശനിയും ഞായർ ദിവസങ്ങളിൽ നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ സ്കൂട്ടറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോയത്. ഒരു 1.5 വർഷത്തോളമായി കാണാം നമ്മൾ ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ സ്പെയറിന്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. വീട്ടുമുറ്റത്ത് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് വണ്ടിപ്രേമികൾ എത്തുന്നു. വിൻറ്റേജ് സ്കൂട്ടറുകൾക്കായി ഒരു ആധുനിക ഗ്യാരേജ് തുറക്കാനുള്ള ശ്രമത്തിലാണ് സുജിത്ത് ഇപ്പോൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. തുടർച്ചയായി 4ാം ദിവസവും ഇന്നലെ വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 25,000 എന്ന നിലവാരത്തിന് മുകളിലേക്ക് മുൻനിര സൂചിയായി നിഫ്റ്റി നീങ്ങിയിരുന്നെങ്കിലും ആ നിലവാരത്തിൽ തുടരാനായില്ല. ഉയർന്ന നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള ലാഭമെടുക്കൽ വിപണിയെ താഴേക്ക് എത്തിക്കുകയായിരുന്നു. എങ്കിലും 0.4% നേട്ടത്തിൽ ഇന്നലെയും വ്യാപാരം അവസാനിപ്പിച്ചു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടി ഇന്നലെ വിൽപ്പനയിലേക്ക് നീങ്ങി. എങ്കിലും വിൽപ്പനയുടെ തോത് കുറഞ്ഞിരുന്നതാണ് ഇന്നലത്തെ നേട്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ചെറുകിട നിക്ഷേപകരും വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെട്ടു എന്ന് വേണം പറയാൻ. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുടർന്ന് നിലനിൽക്കണമെങ്കിൽ മുൻനിര സൂചിയായ നിഫ്റ്റി 25,000 ഭേദിച്ച് വ്യാപാരം തുടരേണ്ടതുണ്ട്. ഇന്നലെ ഫ്യൂച്ചേഴ്സ് അവധി വ്യാപാര കരാറുകൾ 25,000 മുകളിൽ, നിഫ്റ്റിയുടെ അവധി വ്യാപാര കരാറുകൾ 25,000 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. അത് കാണിക്കുന്നത് മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 25,250 മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായും മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഇനിയും വിപണിയിൽ പ്രതീക്ഷിക്കണം. തികച്ചും അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണ് എന്നതും ഒപ്പം തന്നെ ഇവിടെ വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളെല്ലാം അനുകൂലമായി നിലനിൽക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും താരിഫുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പുതിയ പ്രതീക്ഷകൾ, GST നിരക്ക് കുറയ്ക്കുന്നത്, ഇതെല്ലാം വിപണിയുടെ മുന്നോട്ട് നീക്കുന്ന കാര്യത്തിൽ വളരെ പ്രേരകമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. മഹാരാഷ്ട്രയിലെ കനത്ത മഴ മൂലമുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 24ആയി. 4 ജില്ലകളിലായി 1,500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 4 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പൊതുഗതാഗത സംവിധാനം താറുമാറായി. മുംബൈയിൽ തുടരുന്ന കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റെഡ് അലേർട്ട് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടായിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ 62,000 കോടിയുടെ കരാർ ഒപ്പിട്ടു. 97 LCAമാർക്ക് ഒരു A4 വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. LCA മാർക്ക് 1 A4 വിമാനങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർഡറാണിത്. ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്ന MiG-21 വിമാനങ്ങൾക്ക് പകരമായാണ് പുതിയ വിമാനങ്ങൾ. അതിനൂതനമായി ഏവിയോണിക്സും റഡാറുകളും ACA മാർക്ക് 1 A4 വിമാനത്തിലുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണ് നാളെ തുടക്കം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 7 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. 33 മത്സരങ്ങളാണ് ഉള്ളത്. നാളെ ഉച്ചയ്ക്ക് 2:30 നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് റണ്ണറപ്പായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. 2ാം മത്സരത്തിൽ രാത്രി 7:45 ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമായി ഏറ്റുമുട്ടും. നടൻ മോഹൻലാലാണ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ഇത്തവണത്തെ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട്. ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ചെന്നൈയിൽ തുടക്കമാവുകയാണ്. അടുത്ത മാസം ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാനുള്ള അവസാന മത്സരമാണ് ഇത്.
അവസാനത്തെ അവസരമാണിത്. 45 ഇനങ്ങളിലായി 600ഓളം താരങ്ങളാണ് 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക. കേരളത്തിൽ നിന്ന് 46 അംഗ ടീമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ലോങ് ജമ്പിൽ എം ശ്രീശങ്കർ, 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ, ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ എന്നിവർ കേരളത്തിന്റെ പ്രതീക്ഷകളാണ്. 10,000 മീറ്റർ, 5000 മീറ്റർ, 100 മീറ്റർ ഓട്ട മത്സരങ്ങൾ കൂടാതെ ട്രിപ്പിൾ ജമ്പിലും ഇന്ന് ഫൈനലുകൾ ഉണ്ട്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.